ഹലോ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം VFAയുടെ എക്സാമാണ് അടുത്ത് വരാൻ പോകുന്നത്. അപ്പം സെപ്റ്റംബർ 19, ഒക്ടോബർ 17 ഇങ്ങനെയൊക്കെയാണ് എക്സാം ഡേറ്റുകൾ. എനിക്ക് ഒക്ടോബർ 17 ആണ്. എങ്കിലും ഞാനിപ്പോൾ പഠിക്കുകയാണ്. കാരണം ഓഗസ്റ്റിലൊക്കെ ഓണം വന്ന് നമ്മുടെ സമയം മുഴുവൻ കൊണ്ടുപോകും. അപ്പോൾ ഇപ്പോൾ പഠിച്ച് തീർത്താലേ തീരുള്ളൂ. പിന്നെ നിങ്ങൾക്കൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു 10th പ്രിലിംസ്, 3rd 4th സ്റ്റേജ്? ഞാൻ ചെയ്ത് നോക്കിയിരുന്നു. കുറച്ചൊക്കെ ടഫായിരുന്നു. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല എല്ലാ എക്സാംസും. നമ്മൾ വീട്ടിൽ നിന്ന് ചെയ്യുന്ന പോലെ ആയിരിക്കില്ലല്ലോ. എന്തായാലും എക്സാം ഹാളിൽ നമുക്ക് ടെൻഷനുണ്ട്, പിന്നെ സമയത്തിൻ്റെ ഭയമുണ്ട്. വീട്ടിലിരുന്ന് ചെയ്യുന്ന പോലെ ആയിരിക്കില്ല എന്തായാലും. പിന്നെ നിങ്ങൾക്കൊക്കെ എങ്ങനെയുണ്ട്? മാർക്ക് നോക്കിയിരുന്നോ? എത്രയൊക്കെ നമ്മൾ പഠിച്ചാലും ഇപ്പോൾ സെക്രട്ടേറിയറ്റിൻ്റെ ഫ്രണ്ടിൽ ആൾക്കാർ സമരം ചെയ്യുന്ന കാണുമ്പോൾ ഉള്ളൊരു പേടിയുണ്ട്. അപ്പോൾ ഞാൻ VFAയുടെ ഒരു ക്രാഷ് കോഴ്സ് എടുത്തിരുന്നു കേട്ടോ. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് ഒരു എക്സാം ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പഠിക്കുന്നതാട്ടോ ഇത്. നല്ലത് വരട്ടെ അല്ലേ, എല്ലാവർക്കും ജോലി കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കാം അല്ലേ. കഷ്ടം അവരുടെ ഇരിപ്പൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ ഈ പഠിക്കുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ എന്ന് തോന്നിപ്പോവുക. എത്ര വർഷങ്ങൾ കഷ്ടപ്പെട്ടിട്ടായിരിക്കുമല്ലോ ഓരോരുത്തരും ഓരോ ലിസ്റ്റിൽ വരിക. സത്യം പറഞ്ഞാൽ ഞാനും വളരെ കഷ്ടപ്പെട്ടിട്ടാണ് 2 ലിസ്റ്റിൽ വന്നത്. ആ കഷ്ടപ്പാട് സത്യം പറഞ്ഞാൽ ഇപ്പോൾ തോന്നാറില്ല. നിങ്ങൾക്ക് അങ്ങനെ തോന്നാറുണ്ടോ? നിങ്ങൾ അഭിപ്രായം പറയട്ടോ. നമുക്ക് മനസ്സിനൊരു എല്ലാവർക്കും ഉണ്ടാവും ഒരു മടുപ്പ്. സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നാറുണ്ട്. പക്ഷേ എങ്കിലും നമ്മളിതിനകത്ത് ഇറങ്ങിയല്ലോ, ഒരു ജോലി നേടിയിട്ട് കയറാം. കാരണം ഇല്ലെങ്കിൽ എന്താവുമെന്ന് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഭാവിയിൽ ഇപ്പോൾ എന്താണ്, നമുക്ക് വേറെ ജോലി കിട്ടുമോ ഒന്നും നമുക്കറിയത്തില്ല. അപ്പം ഞാനൊരു ക്രാഷ് കോഴ്സിന് കയറി എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ ബേസ് ചെയ്ത എക്സാംസാണ്, അത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും പഠിക്കുക. VFA എക്സാം നമ്മുടെ മുന്നിൽ ഒരുപാട് എക്സാംസിന് വരാൻ പോവാണ്. അപ്പോൾ അതിനുവേണ്ടി പഠിക്കുക. ഓക്കെ, ഗോഡ് ബ്ലെസ് യു.